ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പയറും കഞ്ഞിയാണ്. നല്ല നാടൻ ചമ്പാവരിയും ചെറുപയറും ചേർത്തുണ്ടാക്കുന്ന പയറും കഞ്ഞിയാണ്. ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അത് വളരെ പോഷക സമ്പുഷ്ടവും ആണ്. പണ്ട് കാലങ്ങളിൽ അത്താഴത്തിന് ഇത്തരം കഞ്ഞികളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പയറും കഞ്ഞിയും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇങ്ങനെയൊന്നും അറിയില്ല. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. കറി ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നല്ല ടേസ്റ്റാണ്. കറിയും കൂടി ഉണ്ടെങ്കിൽ അതിലേറെ ടേസ്റ്റാണ്. അച്ചാറോ പപ്പടമോ ഒക്കെ കുട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ചെറിയ 2 ബൗളിലായിട്ട് പയറും അരിയും എടുത്തിട്ടുണ്ട്. ഇത് 2 പേർക്ക് കഴിക്കാൻ തക്ക രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഒരു 1/4 സ്പൂൺ ഉലുവയും 3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകുക. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് നിറച്ച് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ അതിനെ കുതിർത്ത് വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് ഈ കുതിരാനായിട്ട് വെച്ചിരുന്ന അരിയും പയറും ഇതിലേക്ക് ഇട്ട് അടുപ്പിലേക്ക് വയ്ക്കുക. ഒരു 4 വിസിൽ കേട്ടാൽ മതി. അപ്പം തന്നെ ഇത് വെന്ത് കിട്ടും. കാര്യം 1 മണിക്കൂർ വരെ കുതിർത്തതല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിന് 2 ബൗള് വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വയ്ക്കുക. ഒരു 4 വിസിൽ കേട്ടിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. അതിനുശേഷം പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറന്ന് നോക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം പ്രഷറെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുമ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. നന്നായിട്ടിവിടെ വെന്തിട്ടുണ്ട്. അതിനുശേഷം വെള്ളം കുറവായിട്ടുണ്ടെങ്കിൽ തിളച്ച വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക്. ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് ഇളക്കിയെടുക്കുക. ആഴ്ചയിൽ 1 തവണയെങ്കിലും ഇത്തരം കഞ്ഞികൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. മഴക്കാലത്ത് ഏറ്റവും നല്ലതാണ്. രാത്രി കാലങ്ങളിൽ ഇതും കഴിച്ച് കിടന്നുറങ്ങാൻ നല്ല ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടും. ഓരോയിടത്തും ഓരോ രീതിയിലാണ് ഈ പയറും അരിയിട്ട് കഞ്ഞി വയ്ക്കുന്നത്. ചിലർ ഉള്ളി ഇടും. ഞാനിവിടെ ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല. ചിലർ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കും. ഞാനിവിടെ കഞ്ഞിയുടെ പുറത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നു. അതും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.